ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമാക്സിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിജയനഗര സാമ്രാജ്യം, അതിന്റെ തലസ്ഥാനം അടങ്ങുന്ന ഒരു ചാപ്റ്ററാണ്. ഹംപിയൊക്കെ അടങ്ങുന്ന വലിയൊരു ഭാഗം തന്നെ ചർച്ച ചെയ്യുന്ന ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നതെങ്കിലും മൂന്നാമതായിട്ട് സബായിട്ട് വരെ ഒരു ക്വസ്റ്റ്യനും കൂടെ എൻ്റെ കയ്യിലുണ്ടാവും. പക്ഷെ അത് ഞാൻ ഇതിൽ ആൻസർ ഒന്നും പറയില്ല. ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കൂടെ ഒക്കെ കൂട്ടിയായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ പറയും, പക്ഷെ 2 ക്വസ്റ്റ്യൻ ആൻസറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തേത് പല സമയങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അത് അതും കൂടെ ഉൾപ്പെടുത്തുന്നു ഞാൻ ഇതിൽ കേട്ടോ. അപ്പൊ ഇതില് ഫസ്റ്റ് നമ്മൾ ചർച്ചയിലേക്ക് വെക്കുമ്പോൾ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാല് അത് ആ രാജ്യം, വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാര്, സൈനികന്മാര്, രാജാവ് സ്വന്തം സാമ്രാജ്യം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരുന്ന അമരനായക വിഭാഗങ്ങൾ, ഇവരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. പലപ്പോഴും ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുമ്പം രായന്മാരും നായകന്മാരും അമരനായക സമ്പ്രദായവും എന്നുള്ളൊരു ഭാഗമാണ് ഇതിൽ പറയാനുള്ളത്. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികളാണ് രായന്മാർ. രായന്മാർ എന്ന് വെച്ചാൽ അത് ഭരണാധികാരികളാണെന്ന് മറക്കരുത്. വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികളാണ് നായകന്മാർ. രായന്മാർ ഭരിക്കുന്നവരും അതുപോലെ തന്നെ നായകന്മാർ സൈനികരുമാണ്. ഓക്കെ, നായകന്മാർ സൈനികർ, രായന്മാർ ഭരിക്കുന്നവർ. രായന്മാരിൽ നിന്ന് ഭരിക്കാനായി നിശ്ചിത ഭൂമി ലഭിക്കുന്ന സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്നറിയപ്പെടുന്നത്. രാജാവ് നിശ്ചിതമായ പ്രദേശങ്ങളിൽ ഭരിക്കാൻ വേണ്ടി സൈനിക മേധാവികൾക്ക് നൽകും. ഈ സൈനിക മേധാവികളെ ഭരിക്കാൻ വേണ്ടി സാമ്രാജ്യം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന സൈനിക മേധാവികളെയാണ് അമരനായകന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. അമരനായകൻ സമ്പ്രദായം രൂപപ്പെട്ടു വന്നത് ഡൽഹി സുൽത്താൻമാരുടെ ഇഖ്ത സമ്പ്രദായത്തിൽ നിന്നാണ്. അഥവാ ഡൽഹി സുൽത്താനേറ്റാണ് ഈ അമരനായക സമ്പ്രദായം കൊണ്ടുവന്നതെന്ന് സാരം. അവർ ഈ പ്രദേശത്തെ കർഷകർ, കരകൗശലക്കാർ, കച്ചവടക്കാർ എന്നിവരിൽ നിന്ന് നികുതിയും മറ്റും പിരിച്ചെടുക്കുന്നു. ഈ പിരിച്ചെടുത്ത തുകയുടെ ഒരു ഭാഗം അവർ തങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിനും നിശ്ചിത എണ്ണം കുതിരകളെയും ആനകളെയും പരിപാലിക്കുന്നതിനു വേണ്ടി വിനിയോഗിച്ചു. കുറച്ചു വരുമാനം ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ അനുബന്ധമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ചെലവഴിച്ചു. അമരനായകന്മാർ രാജാവിന് വർഷം തോറും കപ്പം നൽകുകയും രാജാവിനോടുള്ള തങ്ങളുടെ കൂറ് പ്രകടിപ്പിക്കാനായി പാരിതോഷികങ്ങളുമായി രാജകൊട്ടാരം സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നു. രാജാക്കന്മാർ തങ്ങളുടെ അധികാരം സ്ഥാപിക്കുന്നതിനായി ചിലപ്പോഴൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റുകയും ചെയ്യാറുണ്ട്. അപ്പൊ അമരനായകന്മാരാണ് ഹൈലൈറ്റ്. നായകന്മാർ എന്ന് പറയുന്നത് അത് ഏകദേശം സൈനിക മേധാവികളാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ സൈന്യത്തിൽപ്പെട്ടവരാണ് നായകന്മാർ. എന്നാൽ രായന്മാർ എന്ന് പറയുന്ന രാജാവ് സാമ്രാജ്യം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെയുള്ള സൈനിക മേധാവികളെ അമരനായകന്മാരെന്നും അറിയപ്പെടും. അവരാണ് ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. അവര് നിശ്ചിതമായിട്ട് നികുതി പിരിക്കുകയും അതിനെ 3 ഭാഗമായിട്ട് വിനിയോഗിക്കുകയും, ഫസ്റ്റ് ഭാഗം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ ഭാഗം തന്റെ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത് നിന്ന പ്രവിശ്യയിലെ സൈന്യത്തെയും ആനയെയും കുതിരയൊക്കെ വളർത്താൻ അവരുടെ ചിലവിന് വേണ്ടി എടുക്കുകയും, മറ്റൊരു ഭാഗം രാജാവിന് കപ്പം കൊടുക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. ഇവര് നികുതി പിരിക്കുന്നത് കൊണ്ട് തന്നെ സംരക്ഷണവും ഇവർ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ ഈ അവസരത്തിൽ ഉണ്ടായിരുന്നു. രാജാവിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും ഇവര് രാജകൊട്ടാരം സന്ദർശിക്കുകയും വ്യത്യസ്തമായ പാരിതോഷികങ്ങൾ കൊടുത്തതായിട്ടൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇതാണ് രായന്മാർ, നായകന്മാർ, അമരനായകന്മാർ എന്ന് പറയുന്ന ഒരു വിഷയം. ഇത് പല എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇത് പഠിച്ചെടുക്കുക. നോട്ട്സ് വേണമെങ്കിൽ ചോദിക്കണം. ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിക്കോളാം. ഓക്കെ, എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാഗം മഹാനവമി ദിബ്ബയാണ്. ഇത് നഗരത്തിലെ ഏറ്റവും ഉയർന്നൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഏകദേശം 11,000 ചതുരശ്ര അടി തറ വിസ്തീർണവും 40 അടി ഉയരവുമുള്ള ഒരു വിശാലമായ മണ്ഡപമാണ് ഈ മഹാനവമി ദിബ്ബ എന്ന് പറയുന്ന ഗിരേരിയ. ഇതിന്റെ തറഭാഗം കൊത്തുപണികളാൽ അലങ്കൃതമാണ്, അഥവാ അലങ്കരിച്ചെടുത്ത തറയൊക്കെയുള്ള 11,000 അടി വിസ്തീർണമുള്ള 40 അടിയോളം ഉയരമുള്ള ഒരു ഉയർന്ന ഭാഗമാണ് മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. മഹാനവമി പോലെയുള്ള ഉത്സവങ്ങൾ മഹാനവമി ദിബ്ബയുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരേന്ത്യയിൽ ദസറ എന്നും ബംഗാളിൽ ദുർഗാ പൂജ എന്നും ദക്ഷിണേന്ത്യയിൽ നവരാത്രി എന്നും അറിയപ്പെടുന്ന ഉത്സവമാണ് മഹാനവമി. മഹാനവമി നടക്കുമ്പോൾ ധാരാളം ചടങ്ങുകൾ അനുഷ്ഠിച്ചിരുന്നു. വിഗ്രഹാരാധന, രാജകീയമായ ആരാധനകൾ, മൃഗബലി എന്നിവ അത് ഉൾപ്പെടുന്നു. നൃത്തങ്ങൾ, ഗുസ്തി മത്സരങ്ങൾ, ചമയങ്ങൾ അണിഞ്ഞ കുതിരകൾ, ആനകൾ, രഥങ്ങൾ എന്നിവയും അടങ്ങുന്ന ഘോഷയാത്രയും ഇതിൽപ്പെടുന്നതാണ്. ഉത്സവത്തിന്റെ അവസാന ദിവസം ഒരു തുറന്ന സ്ഥലത്ത് വെച്ച് രാജാവ് അദ്ദേഹത്തിന്റെയും നായകന്മാരുടെയും സൈന്യത്തെ നേരിട്ട് പരിശോധിക്കും. ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഈ കാലത്ത് ഉണ്ടായിരുന്നു. അഥവാ നമ്മുടെ റിപ്പബ്ലിക് ഡേയിലും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലൊക്കെ സല്യൂട്ട് കൊടുക്കാൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പരേഡൊക്കെ. ഇതുപോലെ രാജാവ് വരികയും തന്റെ സൈന്യത്തെ അന്ന് നേരിട്ട് സന്ദർശിക്കുകയോ ചെയ്യുന്ന ഒരു പ്രത്യേകതരം മൂവ്മെന്റുകളൊക്കെ ഈ മഹാനവമി ദിബ്ബയുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ടായിരുന്നു. ഇത്രയും ദസറ എന്ന ആഘോഷം അല്ലെങ്കിൽ മഹാനവമി എന്ന ആഘോഷങ്ങളൊക്കെ ഈ മഹാനവമി ദിബ്ബയുമായി ബന്ധപ്പെട്ടതാണെന്നും മറക്കരുത്. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന വേറൊരു ഭാഗം, സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് വിജയനഗരം തലസ്ഥാനവും അതിന്റെ പരിസരവും. വിജയനഗരത്തിന്റെ തലസ്ഥാനവും പരിസരവും ചില സമയങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിക്കോളാം. നോട്ട്സ് വേണമെങ്കിൽ ചോദിച്ചോളാം. എന്തായാലും മഹാനവമി ദിബ്ബ, അതുപോലെ തന്നെ ഈ അമരനായകന്മാരെ കുറിച്ചും നായകന്മാരെ കുറിച്ച് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട PPT ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അധികം നോട്ട്സുകൾ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, ഞാൻ തരാവുന്നതാണ്, നോ പ്രോബ്ലം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോവാം. എല്ലാവരും പാസ്സാവണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം തുടങ്ങിയ ഒരു ഭാഗമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, കൂടുതൽ കുട്ടികളിലേക്ക് ഇത് എത്തിക്കണം എന്നുകൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. ഓക്കെ, മറ്റൊരു സെക്ഷനുമായി വീണ്ടും വരാം. നിർത്തുന്നു. താങ്ക് യു.